അപ്പം നമുക്ക് ഇന്ന് ഒരു മാങ്ങ കറി ഉണ്ടാക്കാവേ. നമ്മൾ സദ്യക്കൊക്കെ മാങ്ങാക്കറി ഇടൂല, അതുപോലത്തെ മാങ്ങാക്കറി നമുക്കൊന്ന് ഉണ്ടാക്കാം. ഇത് കണ്ടിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ഇത് ചെറുതായിട്ട് വേണം അരിയാനായിട്ട്. കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കാം. ഞാനിപ്പം ഇതിൻ്റെ ഇത് കണ്ടിട്ട് തൊലി കളയുന്നില്ല. ഇതിങ്ങനെ ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് കഴുകി എടുക്കാം. അതുകൊണ്ട് പുളി ഉണ്ടെന്ന് തോന്നുന്നു, കണ്ടിട്ട് നല്ല ചുവന്നയുടെ ഒക്കെ മണമുണ്ട്. അപ്പോൾ നമുക്കത് ഒന്ന് എങ്ങനെയാണെന്ന് നോക്കാം. അത് ഞാൻ കഴുകി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് കുഞ്ഞായിട്ട് ഇങ്ങനെ അരിയണം. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിയാനായിട്ടുള്ള ഇത് നോക്കാവേ. ഇതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ്, പിന്നെ ഒത്തിരി പുളിയാകണ മാങ്ങ ഇതുപോലെ അച്ചാറിട്ട് കഴിഞ്ഞാലും നമുക്കൊന്ന് ഭയങ്കര പുളിയാകുമ്പോഴത്തേനും ഒരു ടേസ്റ്റ് തോന്നത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോഴത്തേനും ഞാൻ ഒത്തിരി പുളിയുള്ള മാങ്ങ എടുക്കാറില്ല. അപ്പോൾ നമുക്കത് വായിലോട്ട് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര പുളിയായിരിക്കും. കുറച്ച് പുളി കുറഞ്ഞ മാങ്ങയെ കഴിക്കാൻ എനിക്കിഷ്ടം. ഇതുപോലെ ഇങ്ങനെ ഓരോന്ന് നമ്മൾ ഇതിങ്ങനെ അരിഞ്ഞിട്ട് തൊലിയൊന്നും കളയണ്ട, ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിയണം. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇത് മൊത്തം ഇങ്ങനെ അരിഞ്ഞിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അത് ഉപ്പ് പെരട്ടി വെക്കുകയാണ് കുറച്ച് നേരത്തേന്. അതിന് ശേഷം പിന്നെ പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഉലുവ പൊടി, എന്താ പറയുക, പിന്നെ കായപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നു. അത്രയേ ഉള്ളൂ. സിമ്പിൾ പ്രൊസീജിയറാണ്. നല്ലെണ്ണ ചേർത്താണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്, എപ്പോഴും കാണിക്കുക. അച്ചാറായിട്ട് ഞാൻ ഇങ്ങനെ കുപ്പിയിലൊന്നും എടുത്ത് വെക്കാറില്ല. ഇതിങ്ങനെ ഉണ്ടാക്കി നമ്മൾ സാധാരണ പാത്രത്തിൽ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് എടുത്ത് കൂട്ടാൻ പറ്റും. ഒത്തിരി പെട്ടെന്ന് അങ്ങനെ കേടാകത്തും ഇല്ല. പിന്നെ ഒത്തിരി ബൾക്കായിട്ട് ഉണ്ടാക്കി വെക്കേണ്ട കാര്യവും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് സദ്യക്കൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ നാരങ്ങക്കറി, ചെറിയ നാരങ്ങയും ഇതുപോലെയുള്ള മാങ്ങ അച്ചാറൊക്കെ എല്ലാവരും കൂട്ടി കാണുമല്ലോ, അതുപോലെയുള്ളൊരു മാങ്ങാക്കറി. അപ്പം അങ്ങനെയാണിപ്പോൾ ഞാൻ സാധാരണ ഇടുന്നത്. അതിങ്ങനെ കുഞ്ഞുകുഞ്ഞാന്നിങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഞാൻ മാങ്ങ അതേ കുഞ്ഞായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉപ്പ് പുരട്ടി വെക്കേണ്ടി വരും കുറച്ച് നേരത്തേനെ. ഉപ്പ് നമുക്ക് എടുക്കാം. കല്ലുപ്പാണ് കേട്ടോ. അപ്പം ഉപ്പ് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ പുരട്ടി വയ്ക്കുക. നേരത്തെ കല്ലുപ്പാകുമ്പോഴത്തേനും അതിങ്ങനെ അലിഞ്ഞു വരാനായിട്ട് കുറച്ച് സമയമെടുക്കും. പിന്നെ ഞാൻ കല്ലുപ്പായിരിക്കും ഒന്നും കൂടെ നല്ലതെന്നുള്ള ഒരു രീതിയിലാണ് പൊടിയുപ്പ് എടുക്കാഞ്ഞത്. കുറച്ചിങ്ങനെ ഇത് പുരട്ടിയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇത് അലത്ത് ഇങ്ങനെ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഊറി വന്നോളും. അപ്പോൾ നമുക്ക് ഓക്കെ, ഇതിപ്പോൾ പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇനി ഞാൻ കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും, വേറെ സിമ്പിളാണ്, വേറെ അധികം ഒന്നുമില്ല. ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിത് ഉപ്പ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയി. അപ്പോൾ ഞാനിതിങ്ങനെ പിഴിഞ്ഞിട്ട് എടുക്കുവാണ് കേട്ടോ. അപ്പം ഇതിങ്ങനെ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. പിഴിഞ്ഞെടുത്തിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റുവാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എണ്ണ ഒഴിക്കാം. ഇത് നല്ലെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ, ഒത്തിരി ഒഴിക്കുന്നില്ല. അപ്പം നല്ലെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനുശേഷം കടുക് നന്നായിട്ട് പൊട്ടുന്നുണ്ട്. കുറച്ച് ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ പച്ചമുളകും പറഞ്ഞായിരുന്നല്ലോ, പച്ചമുളകും കറിവേപ്പിലയും കൂടിയൊക്കെ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഓക്കെ, അതിൻ്റെ കൂടെ നമുക്ക് ചേർക്കേണ്ടതാണ് ഇത് കായപ്പൊടിയാണ്. അപ്പോൾ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടിൻ്റെ ഹോള് ചെറുതാണ്, നെക്കിട്ട് വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ വന്നിട്ടുണ്ട്. കായപ്പൊടി ആയി.
ഇനി അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതൊരു ശകലം വെള്ളം ഒഴിച്ച് ഇതങ്ങോട്ട് വെള്ളം ഒന്ന് തിളപ്പിക്കണം. ശകലം മതിയാവും. ഓക്കെ, അത് ഇനി ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളയ്ക്കണം. അപ്പോഴത്തേനും നമുക്ക് അടുത്ത ഇത് ചെയ്യാം. ഈ നമ്മൾ ഇതിങ്ങനെ ഉപ്പിൽ നിന്ന് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ മാങ്ങയിലോട്ട് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് യോജിപ്പിക്കാം. മുളക് പൊടി ഇട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. ഓക്കെ, ഇങ്ങനെ യോജിപ്പിച്ചു നല്ല ഇതായിട്ട്. ഇപ്പം തന്നെ ഇത് അച്ചാറിൻ്റെ ഒരു ഇതായിട്ടുണ്ട്. ഇത് കറി ഇപ്പം തന്നെ ഇത് കൂട്ടാൻ തോന്നുന്നത് കാണുമ്പോഴേ. വെള്ളം നന്നായിട്ടങ്ങ് വെട്ടി തിളയ്ക്കട്ടെ കേട്ടോ. അതിന് ശേഷം ആ വെള്ളം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ മാങ്ങാക്കറി, സദ്യക്കൊക്കെ ഒരുക്കുന്ന മാങ്ങാക്കറി റെഡിയായി. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സദ്യക്ക് ഇതൊക്കെ ഇങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഓക്കെ, ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ. വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ച് കേട്ടോ. ഇനി നമുക്കിത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മളുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിന് ഇത് ഞാനിങ്ങനെ കുപ്പിയിലാക്കി, ചെറിയൊരു കുപ്പിയിലൊക്കെ ആക്കി വെക്കാൻ പറ്റും. പക്ഷേ ഇത് പെട്ടെന്ന് തീരുമല്ലോ. നമ്മൾ മറ്റേ മാങ്ങ അച്ചാറിടുന്ന പോലെയല്ല, അത് കുറച്ച് ദിവസമൊക്കെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുമ്പോൾ അത് തീർന്നോളും ചെറുതായിട്ട്. അപ്പം നമ്മുടെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒത്തിരി പ്രൊസീജിയർ ഒന്നും ഇല്ല, ഒത്തിരി സ്റ്റെപ്സ് ഒന്നും ഇല്ല, ഈസിയാണ്.